നമുക്കൊരു പക്ഷേ പ്രസംഗിക്കാൻ പറ്റുന്നില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് പ്രസംഗിക്കാം. നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് അനേകരെ നേടാൻ പറ്റും. നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണം. നമ്മൾ ദൈവത്തോട് കൂടെ നടക്കുമ്പം ദൈവത്തിൻ്റെ പ്രസൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ലിറ്ററലി കയ്യെ പിടിച്ച് നടക്കുകയല്ല, പക്ഷെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ദൈവത്തിൻ്റെ പ്രസൻസ് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ദൈവത്തിൻ്റെ നേച്ചർ നമ്മളിലേക്ക് വന്നു കഴിയുമ്പം ആ നേച്ചർ മറ്റുള്ളവർ കാണും. ക്രിസ്തുവിൻ്റെ ഭാവം നമ്മളിലുള്ളത് മറ്റുള്ളവർ കാണും. അത് കാണുന്നവർ ദൈവത്തിലേക്ക് വരുവാനിടയായിത്തീരും. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ദൈവത്തെ പ്രസംഗിക്കുന്നവരായിത്തീരും. കർത്താവ് ദൈവത്തിന് വേണ്ടി ആളുകളെ നേടുന്നവരായിത്തീരും. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഓരോ ദിവസവും നമ്മൾ തീരുമാനിക്കണം, ഇന്ന് ഞാൻ ദൈവത്തോട് കൂടെ നടക്കും. ഞാൻ മംഗലാപുരത്ത് ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ അവിടെ ഒരു അപ്പച്ചനുണ്ടായിരുന്നു, ഞങ്ങളുടെ ഹോസ്റ്റൽ വാർഡൻ. വളരെ പ്രായം ചെന്നൊരു മനുഷ്യനാണ്. അയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാനും അയാളും ഒത്തിരി കൂട്ടായിരുന്നു. അപ്പച്ചനായിരുന്നുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങൾ എന്നും വർത്താനം പറയും. അപ്പോൾ അപ്പച്ചൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ചെറുപ്പകാലത്തിൽ ഞാൻ മഹാകുടിയനായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയാ പിന്നെ കുടി നിർത്തി? ഇത്രയും നല്ല സ്വഭാവമായി, നല്ലൊരു അപ്പച്ചൻ. അപ്പം പറഞ്ഞു, ഞാൻ ഈ കുടി നിർത്തുന്നവരുടെ എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ എന്നെ ആരോ കൊണ്ടുപോയി ചേർത്തു. അപ്പം ഞാൻ അവിടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ അവരിലൂടെയാണ് ഞാൻ ഈ കുടി നിർത്തിയത്. അപ്പം അവരെന്നാ ചെയ്തു തന്നേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പം പറഞ്ഞു, നമ്മളെല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പം നമ്മൾ തീരുമാനിക്കണം, ഇന്നത്തെ ദിവസം ഞാൻ കുടിക്കുകയില്ല. മരിക്കും വരെ കുടിക്കുകയില്ലെന്ന് തീരുമാനിച്ച് ഉറപ്പായിട്ടും കുടിച്ചിരിക്കും. അതുകൊണ്ട് അവർ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്, ഇന്നത്തെ ദിവസം ഞാൻ കുടിക്കുകയില്ല വൈകുന്നേരം വരെ. അപ്പോൾ അന്നത്തെ ദിവസം അങ്ങനെ കുടിക്കാതെ പോകും. പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോഴും പറയും, നാളെ ചിലപ്പോൾ കുടിക്കുമായിരിക്കും, പക്ഷേ ഇന്ന് ഞാൻ കുടിക്കുകയില്ല, അങ്ങനെ തീരുമാനിക്കും. എന്ന് പറയുന്നത് പോലെ ഞാൻ മരിക്കുന്നതിനും വരെ ദൈവത്തോട് കൂടെ നടക്കുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടന്നെന്ന് വരികയില്ല. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ന്. നാളത്തെ ദിവസം നമ്മുടെ ആണോ അല്ലയോ എന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ ആയുസ് എത്രയുണ്ടെന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ എല്ലാം തലേ ദൈവം ജനിച്ചപ്പോൾ തന്നെ ഒരു എക്സ്പയറി ഡേറ്റ് അടിച്ചിട്ടുണ്ട്. അത് ദൈവത്തിന് മാത്രമേ കാണത്തുള്ളൂ, നമുക്കറിയത്തില്ല. ഇന്നാണോ നാളെയാണോ നാളെ കഴിഞ്ഞാണോ നമ്മുടെ അവസാനം എന്നറിയത്തില്ല. പക്ഷെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇന്നത്തെ ദിവസം, ഓരോ ദിവസവും രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് പറയാം, ദൈവമേ, ഇന്ന് എന്ന ദിവസം ഞാൻ നിന്നോട് കൂടെ നടക്കും. ഓരോ ദിവസവും നമ്മൾ അങ്ങനെ ദൈവത്തോട് കൂടെ നടന്നു കഴിയുമ്പം അത് നമ്മുടെ സ്വഭാവമായി മാറും. അത് ദൈവത്തോട് കൂടെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡെയിലി കോണ്ടാക്ട്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഓരോ ദിവസവും ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുക, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുക, ദൈവത്തോട് കൂടെ നടക്കുക. ദൈവത്തോട് കൂടെ നടക്കുക എന്നുള്ളതിൻ്റെ ഒരു പര്യായ പദമാണ് ദൈവത്തെ പ്രസാദിപ്പിച്ചു. അപ്പം ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നപ്പം ദാറ്റ് ഈസ് ഇക്വലന്റ് ടു ദൈവത്തെ പ്രസാദിപ്പിച്ചു. അപ്പം നമ്മളും ദൈവത്തോട് കൂടെ ഓരോ ദിവസവും നടക്കുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കും. അപ്പോൾ കർത്താവ് നമ്മളെ എടുത്തുകൊള്ളും. കർത്താവിൻ്റെ വരവിങ്കിൽ നാം തീർച്ചയായിട്ടും എടുക്കപ്പെടും.